പങ്കെടുക്കുക, കണ്ണ് മഞ്ഞളിച്ചു പോവുക. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ മഞ്ഞളിപ്പ് മാറ്റിയിട്ടൊന്ന് പരിശോധിച്ചാൽ മതി, നേർക്കുനേരെ ഒന്ന് ചിന്തിച്ചാൽ മതി, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഗുലാം അഹമ്മദ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ആരും പഠിക്കണം, അതിലുപരി ജമാഅത്തുകാരെ പഠിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന വാക്ക് അബ്ദുൽ അഹമ്മദ്, അബ്ദു അഹമ്മദ് എന്നതിന് തുല്യമായ ഒരു വാക്കാണ്. ആ തുല്യമായ വാക്കായതുകൊണ്ടാണ് എന്തെടുക്കുന്നത് ഉമർ മൗലവി തിരുത്തരം എന്ന് പറയുന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. പിന്നെന്താണ് ആ വിഷയത്തിലുള്ളത്? ഇത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെയും പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങൾ കേട്ടു. ഇവിടെ ഒരു കാര്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അടിമത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ പ്രയോഗത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ അടിമയാകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്നാണല്ലോ ഉമർ മൗലവി സാഹിബ് പറയുന്നത്. അതേസമയം ഈ ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അൽ ഉബൂദിയത്ത് എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര്. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിന് 112-ാം പേജിലെ അവസാനത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത് വൈദാ കാന അബ്ദൻ ലിഗൈരില്ലാഹി യകൂനു മുശ്രികൻ വകുല്ലു, പിന്നീട് അദ്ദേഹം പറയുന്നു വകുല്ലു മുസ്തക്ബിരിൻ ഫഹുവ മുശ്രികും. വൈദാ കാന അബ്ദൻ ലിഗൈരില്ലാഹി യകൂനു മുശ്രികൻ, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ അടിമയായി തീർന്നാൽ അയാൾ മുശ്രിക്കായി തീർന്നു. ഉമർ മൗലവി സാഹിബ് ഇവിടെ പറയുന്നു അള്ളാഹു അല്ലാത്തവരുടെ അടിമയാകാൻ പാടില്ല എന്ന് പറയുക വഴി ജമാഅത്തെ ഇസ്ലാമിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. അതേസമയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ അടിമയായാൽ അയാൾ മുശ്രിക്കായി തീർന്നു എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അടിമയായിരുന്നില്ലേ, നബി തിരുമേനിക്ക് അടിമകളുണ്ടായിരുന്നു, സഹാബികൾക്ക് അടിമകളുണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം വളരെ വ്യക്തമാണ്. യഥാർത്ഥ അടിമത്വം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. യഥാർത്ഥ അടിമത്വം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സംഗതി വ്യക്തമായില്ലേ. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ അതിൽ സ്കോപ്പുള്ളത്? ഇവിടെ ഇബ്നു തൈമിയ്യ പറഞ്ഞത് യഥാർത്ഥ അടിമത്വം അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ പിന്നെ എന്തിനാ ജമാഅത്തെ ഇസ്ലാമി വിഷമിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കും ആവശ്യത്തിൽ തർക്കമില്ല, ആർക്കും തർക്കമില്ല. എന്താ അവിടെ കിട്ടുക ജമാഅത്തെ ഇസ്ലാമിക്ക്? ഈ ഇബ്നു തൈമിയ്യയുടെ ഉദ്ധരണിയിൽ എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. എന്നാൽ ഇബ്നു തൈമിയ്യയുടെ വാചകമാകട്ടെ വ്യാഖ്യാനപരമായ വാചകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിക്കണം എന്നല്ല, ഇബ്നു തൈമിയ്യ തന്നെ വളരെ വ്യക്തമായി വിശാലമായി വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് എന്തെടുക്കാണ്? തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന വാചകം കിട്ടും. അബദ് കണ്ട് അടിമാന്ന് കണ്ട് കേറി പിടിച്ചാണ്. എന്താ? ഇതാക്കാന അബദൽ ലിഗൈരില്ലാഹി യകൂനു മുശ്രിക്. അതാണ് ജമാഅത്തെ ഇസ്ലാമി കിട്ടിയെന്ന് പറയുന്ന വാചകം. ആരെങ്കിലും അള്ളയല്ലാത്തൊരു അടിമയായാൽ അവൻ മുശ്രിക്കായി, അവൻ മുശ്രിക്കായി. അതാണല്ലോ കിട്ടിയ വാചകം. എങ്കിൽ ഞങ്ങൾക്ക് അത് മാത്രമല്ല, അടുത്ത വാചകം കിട്ടി. നിങ്ങൾ അത് പറഞ്ഞു തരണം. എന്താണ്? വകുല്ലു മുസ്തക്ബിരിൻ ഫഹുവ മുശ്രിക്, വകുല്ലു മുസ്തക്ബിരിൻ ഫഹുവ മുശ്രിക്. എല്ലാ കിബറന്മാരും മുശ്രിക്കുകളാണ്, എല്ലാ അഹങ്കാരികളും ആരാണ്? മുശ്രിക്കുകളാണ്. അപ്പോ ഈ ശിർക്ക് എന്ന് പറഞ്ഞ അഹങ്കാരം, ആ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്ത് അഹങ്കാരം കാണിച്ചാലും അതൊക്കെ എന്താണ്? ശിർക്കാണ്. അപ്പൊ ശിർക്കിന്റെ നിർവചനത്തിൽ എന്തുണ്ട്? അബദ് അടിമയാകൽ മാത്രമല്ല, പിന്നെ എന്തുണ്ട്? അഹങ്കാര ശിർക്ക്. അങ്ങനെയുണ്ട്, ഒരു അഹങ്കാര ശിർക്കുണ്ട്. വ്യാഖ്യാനിച്ചോളൂ, വിശദീകരിച്ചോളൂ. ഇനിയും വിശദീകരിക്കാന്നാണ് ആര് പറയേണ്ടത്? KC അതുപോലെ പറയും, എത്രയും പറയാതെ അങ്ങനെ വിശദീകരിച്ചോളൂ. സത്യത്തിൽ ഇവിടെ ഇബ്നു തൈമിയ്യ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇത് സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ ക്ലാസിൽ പല ഭാഗത്തും മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പല പുസ്തകങ്ങളിലും ഇബ്നു തൈമിയ്യ പറയുന്ന വാചകം, ആ വാചകം എന്താണ്? വളരെ സുദീർഘമായ അദ്ദേഹത്തിന്റെ റിസാല. പക്ഷെ ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകരിക്കാൻ പറ്റൂല. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ഇതിൽ ഒരു വാചകവും സ്വീകരിക്കാൻ പറ്റൂല. കാരണം ഇതൊന്നും പൂർണ്ണമല്ല. ഉബൂദിയ്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ആരാധന എന്ന് പറയുന്ന കാര്യത്തെ ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അത് പൂർണ്ണമല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അത് ഉരിക്കേണ്ട കാര്യമില്ല. ഇമ്മൽ മാൽ പറയണ്ട. ഇമ്മൽ മാല് എന്ന് അതിന്റെ ചോട്ടിലില്ലേ? ഇമ്മൽ മാല്, പണത്തെ പൂജിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? പണത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? ഉബൂദിയ്യ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചാൽ മനസ്സിലാകണം.
വായിച്ചാൽ മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാകുന്നില്ല എങ്കിൽ എന്തെടുക്കണം? ആരോടെങ്കിലും പോയി ചോദിക്കണം, വിവരമുള്ളവരോട് ചോദിച്ച് വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ പറഞ്ഞ വാചകത്തിൽ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊന്നുമില്ല. പിന്നെ കേൾക്കുന്ന ആൾക്കാർ ഇങ്ങനെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ, ഇതൊക്കാൻ ആബുദല്ലില്ല യകൂന മുശ്രിക എന്നിങ്ങനെ വായിച്ചു വിട്ടത് കൊണ്ട് കാര്യമില്ല. അവിടെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചിട്ടും കാര്യമില്ല, ബുക്ക് ചീത്തയാക്കണ്ട. ഇനി നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഇബ്നു തൈമിയ്യ വിശദീകരിച്ച ആ വാചകം ഇവർക്ക് തെളിവല്ല, ഇവർക്ക് തെളിവേ അല്ല. പിന്നെ എന്തിനാ ആവശ്യമില്ല അത് ഉദ്ധരിക്കുന്നത്? എന്തിനാ ആവശ്യമില്ല അത് പറയുന്നത്? ഇവർക്കത് അപൂർണ്ണമാണെന്ന് ഞാൻ പറയില്ല, അവർ തന്നെ പറഞ്ഞത് ഇൻഷാല്ലാഹ് ഞാൻ പിന്നീട് കാണിച്ചു തരും, വ്യക്തമാക്കി തരും. മാത്രല്ല ഇനി അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വാദഗതികൾക്ക് അതിൽ യാതൊരുവിധ തെളിവുമില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കാനുള്ളത്. ചുരുക്കി പറയാനുള്ളത് പിന്നെന്താണ് ഇദ്ദേഹം പറയുന്നത്? ഇബ്നു തൈമിയ്യ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉമർ മൗലവിക്കെതിരെ വരികയാണ്. ആ വാചകം നിങ്ങൾ കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിന്റെ ഇനങ്ങൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അശ്ശിർക്കുൽ അക്ബർ, ഏറ്റവും വലിയ ഷിർക്ക്, അർബഅൻ വായിൻ, 4 ഇനമാണ്. ഏറ്റവും വലിയ ഷിർക്ക്, ചെറിയ ഷിർക്കല്ല, വലിയ ഷിർക്ക് 4 ഇനമാണ്. അതിൽ മൂന്നാമത്തേതായി പറഞ്ഞ ഷിർക്ക് ത്വാ, അനുസരണത്തിലെ ഷിർക്ക് എന്നാണ്. വദ്ദലീലു, അതിനുള്ള തെളിവ് ഖൗലുഹു തആല ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ജൂത ക്രൈസ്തവ സമൂഹം അവിടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവെ കൂടാതെ റബ്ബുകളാക്കി എന്ന ആയത്താണ് തെളിവെന്നും ആ ആയത്ത് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഷിർക്കിലെ ഏറ്റവും ഗുരുതരമായ ഗൗരവപൂർണമായ വലിയ ഷിർക്കിലെ മൂന്നാമത്തെ ഇനം അനുസരണ ഷിർക്കാണ് എന്ന്. അഥവാ അനുസരണ ഷിർക്ക് എന്നത് സയ്യിദ് മൗദൂദിയോ ജമാഅത്തെ ഇസ്ലാമിയോ പുതുതായി ആവിഷ്കരിച്ച ഒരു കാര്യമല്ല എന്നും ആ അനുസരണ ഷിർക്ക് എന്നത് പൂർവികരായ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ വലിയ ഷിർക്കുകളുടെ ഗണത്തിൽ എണ്ണിപ്പറഞ്ഞ